നമസ്കാരം. പെരികമന ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2024 എന്നുള്ള വർഷത്തിൽ നമ്മൾ കേരളക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്ന ദുഃഖങ്ങളും ഒട്ടനവധി ദുരിതങ്ങളുമായി കൊണ്ട് പേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കർക്കടകത്തിൻ്റെ കാഠിന്യം എന്ന് പല രീതിയിലും പറഞ്ഞ് കേട്ടിട്ടുള്ളതായ കർക്കടകത്തിൻ്റെ പലതരത്തിലുള്ള അരിഷ്ടതകളും ദുഃഖങ്ങളും ദുരന്തങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ ശിരൂരാവട്ടെ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം സഹോദരന്മാർ വയനാട്ടിലും എത്രയോ പേരുടെ പാർപ്പിടവും എത്രയോ പേരുടെ ജീവിതവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആദ്യം ലോകശാന്തി എന്ന പ്രകാരത്തിൽ നമുക്ക് അവരുടെ അപകടത്തിൽ പെട്ടിട്ടുള്ളവരുടെ നിത്യശാന്തിക്കായിക്കൊണ്ടും ദുരിതത്തിലുള്ളവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് കരകയറാനും വേണ്ടി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. 2024 ഓഗസ്റ്റ് മാസം 4-ാം തീയതി മുതൽ 11 വരെയുള്ളതായ ഞായർ വരെയുള്ളതായ വാരഫലത്തെയാണ് ഈ ഒരു വാരത്തിൽ ചിന്തിക്കുന്നത്. ചന്ദ്രൻ്റെ ചാരവശാലുള്ള ഫലം പൊതുവെ നമ്മൾ ചിന്തിക്കാറുണ്ട്. മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം ഉണ്ടോ അതിനനുസരിച്ചുള്ള ഫലത്തെയാണ് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ രാശി സഞ്ചാരം അതോടൊപ്പം തന്നെ ഗുളികൻ്റെ സഞ്ചാരവും ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രഹ പകർച്ചകളൊന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാരത്തിൽ 2024 പ്രത്യേകിച്ച് ഈ കർക്കടക മാസത്തിൽ പ്രത്യേകിച്ച് അനുഗ്രഹവും ദുഃഖവും ഒരുപോലെ കളിയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. പ്രത്യേകിച്ച് അനവധി ആൾക്കാർക്കാണ് ഈ ശനിദോഷം കൊണ്ടുള്ള ദുഃഖം. അതോടൊപ്പം തന്നെ ഈ രാഹുകേതുക്കളുടെ പ്രളയരാശിയിലുള്ള ഈ രാഹുവിൻ്റെ സ്ഥിതി അത്ര കണ്ട് നല്ലതായിട്ടല്ല ജ്യോതിഷികൾ പറയപ്പെടാറ്. അങ്ങനെയെങ്കിൽ അതൊക്കെ ദേശീയമൊക്കെ വിവിധ തരത്തിൽ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു വിശകലനത്തെ നമുക്കിതാ ഈ ഒരാഴ്ചയിലും ചെയ്യാം. ഒരിക്കൽ കൂടി വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ അശ്വതി, ഭരണി, കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാരുടെ ഈ ഒരു കർക്കടക മാസത്തിൽ 15, കർക്കടകം 16 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രധാന നാളുകൾക്ക് ശേഷം പിന്നീട് മുന്നോട്ട് ഗുണദോഷ സമ്മിശ്രം എന്നല്ല വളരെയധികം ഗുണത്തിലൂടെയാണ് സഞ്ചരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ശുക്രൻ അവരുടെ 5-ാം ഭാവത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ഒരു 1-ാം തീയതി മുതലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്നിപ്പോൾ ഈ 4-ാം തീയതി മുതൽ നോക്കുമ്പോൾ വളരെയധികം അവരുടെ നിത്യജീവിതത്തിൽ തന്നെ പ്രത്യേകിച്ച് അവരുടെ ഭവന കാര്യത്തിലൊക്കെ ഒരു പുതിയ പ്രവേശം, വീടുകളിൽ താമസിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അതോടൊപ്പം തന്നെ ഈ ഒരു വാരത്തിൽ അതോടൊപ്പം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള മോടി കൂട്ടുന്നതിനും നിത്യജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള സൗന്ദര്യ വർധന വസ്തുക്കളിലേക്ക് എത്തുന്നതും ഒക്കെ അവരുടെ ഒരു ജീവിതത്തിൽ ആനന്ദം ഏതൊരു വഴിക്കാണോ അങ്ങനെ പലതരത്തിലും അവർ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് തോന്നാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം പുരോഗതി അവരുടെ കാര്യത്തിൽ ഈ ഒരു മേടക്കൂറുകാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വാക്ക് ചാതുര്യം അവർക്ക് വളരെയധികം ഫലവത്തായിട്ട് വരുന്ന ഒരു വാരമായിട്ട് വരാം. അതോടൊപ്പം പ്രധാനപ്പെട്ട് ഈ മേടക്കൂറുകാർക്കും അതോടൊപ്പം ഇടവക്കൂറുകാർക്കും അത് കാണാം. അവർ ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കലാകാരന്മാർക്കൊക്കെ ഈ ബുധൻ്റെ 5-ാമത്തെ രാശിയിലുള്ള ഈ സഞ്ചാരം വളരെയധികം നല്ലതായിട്ടാണ് പറയപ്പെടേണ്ടത്. അതോടൊപ്പം ശുക്രൻ്റെ ഒരു സ്ഥിതിയും നമുക്ക് അനുകൂലത്തിൽ ചിന്തിക്കാം. മേടക്കൂറുകാരുടെ ജീവിതത്തിൽ സാംസ്കാരിക സാഹിത്യപരമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തിമുദ്ര പതിക്കപ്പെടുന്നതായിട്ടുള്ള ദിവസങ്ങളായിരിക്കാം ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം ഭൂമി ഇടപാടുകളിൽ വളരെയധികം മികച്ച ലാഭം കിട്ടുന്നതിനും അതോടൊപ്പം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മോടി കൂട്ടുന്നതിനും ഭവന നിർമ്മാണത്തെ ഒരിക്കൽ സൂചിപ്പിച്ചു. അതോടൊപ്പം വാഹനാദി വിഷയത്തിലും വളരെയധികം അനുകൂല സ്ഥിതി തന്നെയാണ് ഈ ഒരു വാരത്തിൽ ചിന്തിക്കേണ്ടത്. വാഹനം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അതോടൊപ്പം വണ്ടി നിത്യ വണ്ടിയോടി ജീവിക്കുന്ന ആൾക്കാരൊക്കെ എത്രയോ സുഹൃത്തുക്കളും സഹോദരന്മാരൊക്കെ നമുക്കറിയാം. അവരൊക്കെ നിത്യവൃത്തി അവർ വാഹനം കൊണ്ടാണ് ജീവിക്കുന്ന എത്രയോ ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അനവധി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെ അനുകൂല സ്ഥിതിയാണ്
വണ്ടി മാറ്റി വാങ്ങുന്നതിനും അതോടൊപ്പം വണ്ടിക്ക് നല്ലതുപോലെ പണി കിട്ടുക, നല്ലതുപോലെ ഓട്ടം കിട്ടുക, അതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ ഈ ഒരു വാരം എന്നല്ല, ഒരു ദിവസമാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ അടുത്തറിയുന്നവർക്കറിയാം. അവർക്കൊക്കെ വളരെ അനുകൂലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എങ്കിൽ. അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ഒരു അശ്രദ്ധ കൊണ്ട് ശത്രുഭയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് അകാരണമായി ശത്രുക്കൾ ഉണ്ടാവുന്നത് നമ്മൾ കെയർ ചെയ്യാതെ വിടുക, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് നമ്മൾ വാക്ക് പറഞ്ഞു വെക്കുക, വാക്ക് കൊടുക്കുക, വാക്ക് പാലിക്കപ്പെടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് മേടക്കൂറുകാർ നല്ലതാണ്. വെറുതെ ഒരു ശത്രുക്കൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വിഷമമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നീങ്ങുന്ന ഒരു വാരമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി വരുന്ന ഒരു വാരമായിട്ട് മേടക്കൂറുകാർക്ക് മനസ്സിലാക്കും. കർമ്മസംബന്ധമായിട്ട് കർമ്മ മേഖലയിൽ മെച്ചപ്പെട്ട പുരോഗതി തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എങ്കിലും അലസത വരാൻ വേണ്ടി സാധ്യതയുണ്ട്. പ്രത്യേകിച്ചിപ്പോൾ ഈ ഒരു ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഒക്കെ അപകാരം വരുന്നത് വരെയുള്ള കാലഘട്ടം, അതായത് ഒരു മധ്യവയസ്സിനുള്ളിലുള്ളവരും ഈ മേടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ഒരു അലസത വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യത്തിൽ മധ്യവയസ്സിന് മുകളിലോട്ടുള്ള ഒരു വാതരോഗവും ശിരോരോഗവും രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ഭജനം ചെയ്യുക, നീരാഞ്ജനം ജപിക്കുക, അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക, ഹനുമത് കഥകൾ ശ്രവണം ചെയ്യാൻ സാധിക്കുക. ഹനുമാൻ കഥകൾ എന്ന് പറയുമ്പോൾ തന്നെ വായുപുത്രനായിട്ടുള്ള ആ ഒരു മുഖ്യ പ്രാണമൂർത്തിയാണ് ഹനുമാൻ ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അഞ്ജനാപുത്രനായിട്ടുള്ള ആ വായുപുത്രൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശൗര്യം വർദ്ധിക്കും എന്നാണ് ഹനുമത് കഥകൾ കേൾക്കുമ്പോൾ. ഇപ്പോൾ നോർത്തിലൊക്കെ വളരെ പ്രചാരത്തിലുള്ളതാണ് ഈ ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞിട്ട് അത് പഠനം ചെയ്യുക. അതൊക്കെ വളരെയധികം നല്ലതാണ്. അതൊക്കെ നമ്മുടെ നാട്ടിലതൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബിലും അതോടൊപ്പം പലതിലും കിട്ടും. അതൊക്കെ നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ അത് പാഠം ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മേടക്കൂറുകാർക്ക് ആ ശനിയുടെ ദൃഷ്ടി ഈ ഹനുമാൻ സ്വാമിയെ ഭജിക്കുക വളരെയധികം നല്ലതാണ്. ഹനുമത് ഭജനം, ഹനുമത് ക്ഷേത്രത്തിൽ വെറ്റിലമാല ചാർത്താൻ സാധിക്കുക, വെണ്ണ നിവേദിക്കുക, വെണ്ണ മുഴുക്കാപ്പ് ചാർത്താൻ സാധിക്കുക. ഇതൊക്കെ യഥാശക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം മേടക്കൂറുകാർ. മുഖ്യമായി അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജന അവനവൻ തന്നെ നീരാഞ്ജന ഒഴിഞ്ഞ് സമർപ്പിക്കാൻ സാധിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് മേടക്കൂറുകാർ. അതൊക്കെ നിങ്ങൾക്ക് നല്ലതിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ അവരുടെ കണ്ടകശനി ദോഷം വളരെയധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാം ഭാവത്തിൽ ശനി നടക്കുകയാണ്. പക്ഷേ ജന്മവ്യാഴം എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാൻ 11ാം ഭാവപതിയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനമുള്ളവരെ സംബന്ധിച്ച് അത് വളരെയധികം നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെയാണ് കാണാം. അങ്ങനെയെങ്കിൽ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നിത്യജീവിതത്തിൽ ഈ ഒരു ശനിയുടെ ഒരു ദുഃഖം, എല്ലാത്തിലും ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങളും അതോടൊപ്പം തന്നെ ഒരു തൃപ്തിയില്ലായ്മയും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതത്തിൽ വാഹനാദി വിഷയങ്ങളിലും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പുരോഗതിയും ഭവന നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന അവർക്കൊക്കെ ഇതൊരു പെട്ടെന്നായിത്തീരുകയും വീട് പണികളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ അതൊക്കെ തടസ്സത്തിലായിരിക്കാം ഈ ഒരു എല്ലായിടത്തും ഒരു പ്രളയകാലം കൊണ്ട്. എങ്കിൽ എല്ലാ നാട്ടിലും അങ്ങനെയല്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഭവന മാറ്റം അതിനൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വാഹനാദി വിഷയങ്ങളിൽ അനുകൂല സ്ഥിതിയാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായ ഒരു അശ്രദ്ധ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ അവരെ അലട്ടാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ അവർക്ക് വളരെയധികം കാണുന്നുണ്ട്. ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വാത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, അതോടൊപ്പം ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ശ്വാസം മുട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ വരാം. അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളാണ്. ഇതിന് പറയുന്ന ഒരു അലർജി പോലും ഇല്ലേ, ചെറിയൊരു അലർജി തുടങ്ങിയ ശ്വാസം മുട്ടൊക്കെ തുടങ്ങുന്ന ആൾക്കാർ അനവധിയാണ്. അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഒന്ന് അലട്ടിയേക്കാൻ നിങ്ങളെ അശ്രദ്ധ അതിനൊരു കാരണമായിട്ട് ഈ ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ച് കാണുന്നുണ്ട്. മുഖ്യമായിട്ട് ശിരോരോഗവും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒപ്പം വാഹനാദി വിഷയങ്ങളിൽ അനുകൂല സ്ഥിതിയാണ് എങ്കിൽ കർമ്മ മേഖലയിൽ ലേശം തടസ്സം ആണ് ഈ ഒരു വാരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. നിശ്ചയിച്ച കാര്യങ്ങൾ വീണ്ടും നീണ്ടുപോകുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ നിശ്ചയിച്ച പ്രകാരത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റാത്തതായിട്ട്. ചില ജോലികൾ അങ്ങനെയാണല്ലോ, അങ്ങനെ പറഞ്ഞ സമയത്തിന് അത് പൂർത്തീകരിക്കാൻ സാധിക്കുക. അതൊക്കെ വരുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കിത് ഈ ഒരു വാരം കുറച്ചൊരു മാനസിക ക്ലേശം തന്നെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ച് ആരോഗ്യ ബുദ്ധിമുട്ടൊന്ന് കൂടാൻ സാധ്യതയുണ്ട്.
പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്ന കാര്യത്തിലെങ്കിൽ പഠിക്കുന്നവരെ സംബന്ധിച്ച് ആ വിഷയവുമായി ബന്ധപ്പെടുന്നത് കൊണ്ടാവാം ഈ ഒരു വാരത്തിൽ അവർക്ക് മറ്റുള്ള ഒരു മാനസിക ക്ലേശം ഉണ്ടാവാൻ സാധ്യതയില്ല. പൊതുവെ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വളരെ അനുകൂല സ്ഥിതിയായിട്ടാണ് കാണുന്നത്. എങ്കിൽ ശിവക്ഷേത്രത്തിൽ മുഖ്യമായി ഭജനം ചെയ്യുന്നതും ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വളരെയധികം നല്ലതാണ്. ഒപ്പം ശനീശ്വര ക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക, ശനി ജപം നടത്തുക, ശനി ഹോമം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ശ്രീരാമ നാമം ജപിക്കുന്നത്, ഇപ്പോൾ കർക്കിടക മാസമാണ് ഇല്ലേ, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മുടെ നാട്ടിൽ എമ്പാടും അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഉള്ളത് അത് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ, സമസ്ത ലോകാഹ സുഖിനോ ഭവന്തു, എല്ലാവരുടെ കണ്ണിലും നല്ലത് തന്നെ കാണാൻ സാധിക്കട്ടെ, എല്ലാവർക്കും നല്ല ശബ്ദങ്ങൾ കേൾക്കട്ടെ എന്ന ഭാവത്തിൽ എത്രയോ പേരാണ് ഈ ഒരു സന്ദർഭത്തിലും ദുരിതം അനുഭവിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു ദുഃഖം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റു വീഡിയോകളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതൊന്നും ചെയ്യാൻ നമുക്ക് തോന്നാത്തത് ഇത് തന്നെയാണ്. ഇത്രയും വിഷമത്തിലൊരു നാട് വിഷമിച്ചിരിക്കുമ്പോൾ പക്ഷേ ഈ വാരഫലം എന്നുള്ളത് എത്രയോ സഹോദരന്മാർ ദൂരത്തു നിന്നും പല രാജ്യത്തും നമ്മളോട് ചോദിക്കാറുണ്ട്. അവരൊക്കെ വളരെയധികം ആകാംക്ഷയോടുകൂടി ഇരിക്കണു എന്നുള്ളതും കൂടി കൊണ്ടാണ് ഈ ഒരു വാരത്തിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടും നാമജപം കൊണ്ടും നിങ്ങളുടെ ഈ ഒരു വാരം നല്ലതാക്കി തീർക്കാൻ സാധിക്കട്ടെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. മകീരത്തിൻ്റെ ആദ്യഭാഗം തിരുവാതിര പുണർത നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാരുടെ 9ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 12ാം ഭാവത്തിലാണ് ഈ ഒരു വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും ഒരു സഞ്ചാരം. 9ാം ഭാവം നിപുണ രാശിയാണ്. വളരെയധികം ഭാഗ്യങ്ങളും പൂർവിക സുഹൃത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഭാഗ്യസ്ഥാനമൊക്കെ ആയിട്ട് പറയാറുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ വ്യാഴം 12 മറന്നത് കൊണ്ട് തന്നെ ഒരു ഈശ്വരാധീനത്തിൻ്റെ ഒരു മറവ്, അവരുടെ എല്ലാ കാര്യത്തിലും ഒരു അശ്രദ്ധയോ എങ്ങനെയൊക്കെ ആയിട്ട് അത് വരാൻ സാധ്യതയുണ്ട്. ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവാണ് അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വരേണ്ടത്. അതൊന്നും നല്ലതുപോലെ ശ്രദ്ധിച്ച് ഈശ്വര എന്നുള്ള ഭാവത്തിൽ മുഖ്യമായിട്ട് നീങ്ങാൻ സാധിക്കാം. ഇതിനെക്കുറിച്ച് മുഖ്യമായിട്ട് അതാണ് വേണ്ടത്. നിത്യജീവിതത്തിൽ എല്ലാത്തിലും ഒരു അലസതയും ചെറിയ ചെറിയ തടസ്സങ്ങളും വാക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെയും അനാവശ്യമായി വാക്ക് കൊടുക്കലൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ അശ്രദ്ധപരമായിട്ടുള്ള എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവെക്കുന്നതിനും അതോടൊപ്പം ഭീമമായ തുകകൾക്ക് വാഗ്ദാനങ്ങളിൽ ഏർപ്പെടുന്നതിനൊക്കെയുള്ള ഒരു കാര്യം മിഥുനക്കൂറുകാർക്ക് കണ്ടുവരുന്നുണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രാ കാര്യങ്ങളിലൊക്കെ തടസ്സം വരാനും അതോടൊപ്പം തന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ക്ലേശങ്ങളും ദുഃഖങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ടൊന്ന് മനസ്സിലാക്കാം. കാര്യം വിവാഹത്തിലുള്ളവരെ സംബന്ധിച്ചും അകാരണമായ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തിയേക്കാം. അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലുള്ളവരും അകാരണമായി തെറ്റിപ്പോകുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. ഒപ്പം വാഹനാദി വിഷയങ്ങളിലും ലേശം തടസ്സമുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ മിഥുനക്കൂറുകാരൊന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. കാര്യം ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഒരു 12ാം ഭാവസ്ഥിതിയാണ്. അപ്പോൾ ഈശ്വരാധീനത്തിൻ്റെ അഭാവം എന്നൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. അതുപോലുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ വാഹനാദി വിഷയങ്ങളിൽ തടസ്സം വരാം. വാഹനങ്ങളെ കൊണ്ട് ഉപജീവനം നടത്തുന്നവരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. വാഹനങ്ങൾക്ക് കേടുവരാനും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. മുഖ്യമായിട്ട് പിന്നെ തറവാട് ക്ഷേത്രത്തിലും ധർമ്മദൈവ ക്ഷേത്രത്തിലും ഒന്ന് ആരാധന ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഈ നാഗക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരൊക്കെ പൂർവികമായി നാഗ ആരാധനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളൊക്കെ ആയിട്ടൊന്ന് നീങ്ങുന്നത് വളരെയധികം ഒരു മനസ്സിനും എല്ലാ കാര്യത്തിനും ഒരു സമാധാനത്തിലേക്ക് കിട്ടുന്നതാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് പഠന വിഷയങ്ങളിൽ ചെറിയ തോതിലുള്ള അലസതകളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോഗ്യകാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ പ്രായത്തിലുള്ളവരുടെയും ആരോഗ്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം മധ്യവയസ്സിന് മുകളിലുള്ളവരും ആരോഗ്യകാര്യം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് നല്ലതാണ്. മുഖ്യമായി ഹൃദ്രോഗം ഉള്ളവരെ സംബന്ധിച്ചും അതോടൊപ്പം ഉദരരോഗം ഉള്ളവരെ സംബന്ധിച്ചും പാദരോഗം ഉള്ളവരെ സംബന്ധിച്ചിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ശനീശ്വര ക്ഷേത്ര ഭജനം നടത്തുന്നതും സർവേശ്വരകാരകനായ വ്യാഴത്തിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം വെള്ളിയാഴ്ച ദിവസം ജപിക്കുന്നതും ദേവി മഹാത്മ്യം ജപിക്കുന്നതും പാരായണം കേൾക്കുന്നതൊക്കെ
വളരെയധികം നല്ലതാണ്. മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവർ അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ അഷ്ടമശനി ദോഷം നടന്നുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ വ്യാഴം 11ാം ഭാവസ്ഥിതിയാണ്, 2ാം ഭാവത്തിൽ ബുധനും ശുക്രനും, അതോടൊപ്പം ആദിത്യൻ സ്വക്ഷേത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ചന്ദ്രൻ ഈ രാശികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ഏകദേശം ആയില്യം നക്ഷത്രത്തിൽ 1ാം പാദം മുതൽ ചോദ്യ നക്ഷത്രം വരെയാണ് ഈ ഒരു വാരത്തിലുള്ള ഗ്രഹ സഞ്ചാരം, അതായത് ചന്ദ്രൻ്റെ മുഖ്യ സഞ്ചാരം ഈ നക്ഷത്രങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ഒരു സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മനസ്സിനൊരു സുഖവും സമാധാനവും ഒക്കെ, ഒരു സ്വസ്ഥത എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. നിത്യജീവിതത്തിലും ആരോഗ്യ കാര്യത്തിലും തടസ്സങ്ങളും ക്ലേശങ്ങളും ഇല്ലാതെ തന്നെ തീരാനുള്ള ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും നീങ്ങുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കർക്കിടകൂറുകാരെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗഹൃദങ്ങളിലും അതോടൊപ്പം തന്നെ അകാരണമായിട്ട് സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ ക്ലേശങ്ങളും അവിശ്വാസവും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമായിട്ട്, ആ തർക്കങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യം ഈ ഒരു വാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിൽ തടസ്സമില്ലാതെ തന്നെ പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനാദി യോഗവും. അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ, അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ വിഷയത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ ഭൂമി ഇടപാട് നടത്തി ജീവിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. സന്താനങ്ങൾക്ക് അനുകൂല സ്ഥിതിയാണ് കർക്കിടകൂറുകാരുടെ. പഠിക്കുന്നവരെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചും അനുകൂല സ്ഥിതിയാണ്. കർമ്മ മേഖലയിൽ വളരെ അനുകൂല സ്ഥിതിയായിട്ട് തന്നെയാണ്. ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ ആ ഒരു രാഹോർ ദോഷം ഗുരോർഹന്തി എന്ന് പറയുന്ന പോലെ ആ രാഹുവിൻ്റെ ദോഷത്തെ വ്യാഴത്തിൻ്റെ ഈ ഒരു അനുകൂല സ്ഥിതി കൊണ്ട് നമുക്ക് മാറ്റി ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിലും അതോടൊപ്പം തന്നെ ആ ചൊവ്വയുടെ ഒരു സാന്നിധ്യം പൂർണ്ണമായിട്ട് കർമ്മസ്ഥാനാധിപതിയായ ചൊവ്വ 11ൽ വരുന്നത് കൊണ്ട് തന്നെ വളരെ അനുകൂലമായിട്ട് കർമ്മമേഖലയിൽ എപ്പോഴും നിത്യ മേഖലയിൽ തിരക്ക് വർദ്ധിക്കുന്നതൊക്കെ ആയിട്ട് കാണാം. അതോടൊപ്പം ജോലി കയറ്റത്തിനുള്ള സാധ്യതയൊക്കെ ഈ ഒരു കർക്കിടകൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ ശനീശ്വര ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അന്നദാനം നടത്തുന്നതിനും അതോടൊപ്പം ധാർമ്മിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനും സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെയുള്ള യോഗവും ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കുക. അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുക, ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, മഹാഗണപതി ഹോമം നടത്തുക. ഇതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ കർക്കിടകൂറിൽ പെട്ടിട്ടുള്ളവരുടെ നക്ഷത്രവും കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ളവരുടെ പിറന്നാളൊക്കെ വരുന്ന ഒരു വാരവും കൂടിയാണ്. അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ. മകം, പൂരം, ഉത്രം തുടങ്ങിയതായിട്ടുള്ള നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരിലൂടെയാണ് ഈ ഒരു വാരം ആരംഭിക്കുന്നത്, ചന്ദ്രൻ്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ ഈ മകം നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവരുടെയും പൂരം നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവരുടെയും ഉത്ര നക്ഷത്രത്തിലുള്ളവരുടെയും ജനിച്ച മാസത്തിലുള്ളവരുടെ പിറന്നാൾ ദിവസവും കൂടിയാണ്. അങ്ങനെ വളരെയധികം വിശേഷങ്ങളാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കാണാൻ നമുക്ക് സാധിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു വ്യാഴത്തിൻ്റെ കർമ്മസ്ഥാനത്തുള്ള ഒരു സ്ഥിതിയും നമുക്ക് മനസ്സിലാക്കാം, ചൊവ്വയുടെ ഒരു സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കുക. സർവേശ്വര കാരകൻ്റെ ഒരു സ്ഥിതിയാണ് വ്യാഴം, ശുക്രനൊക്കെ അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നിത്യജീവിതത്തിൽ അഭിവൃദ്ധി വരുന്നതായിട്ട് കാണാം. എങ്കിൽ ആരോഗ്യ ക്ലേശങ്ങൾ അവരെ ഇതൊക്കെ അതിൽ നിന്നൊക്കെ തടസ്സപ്പെടുത്തിയതായിട്ടും കാണാം. എല്ലാത്തിൽ നിന്നും അകറ്റി കൊണ്ടുപോകുന്നതായിട്ടുള്ള ആരോഗ്യ ക്ലേശങ്ങൾ അവർക്കുള്ളതായിട്ട് തോന്നാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ വിട്ടുമാറുന്നതായിട്ട് ഈ ഒരു വാരത്തോടു കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ചിങ്ങക്കൂറുകാരുടെ. സാമ്പത്തികമായിട്ടും അതോടൊപ്പം പറഞ്ഞ വാക്കുകൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വാരം. അത് പൂർത്തീകരിക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടായില്ല, പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, അതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സൗഹൃദ സഹോദര ബന്ധങ്ങളിലൊക്കെ വലിയ തടസ്സമില്ലാതെ അവരൊക്കെ ഒരു ഐക്യവും സ്നേഹത്തോടു കൂടി അവരൊക്കെ ആയിട്ടുള്ള ഒരു സമാഗമങ്ങളും കുടുംബത്തിലെ ഐശ്വര്യവും ഒരു സമാധാനമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നതോടൊപ്പം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സം നീങ്ങി വരുന്നതും ഭവന നിർമ്മാണ ഇടപാടുകളോ അതോടൊപ്പം തന്നെ
വീട് മോടി പിടിപ്പിക്കുന്നത് തുടങ്ങിയതായിട്ടുള്ളതോ, അതോടൊപ്പം ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ ഒരു കാലഘട്ടമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഒപ്പം വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂല സ്ഥിതി പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ യാത്രയാവട്ടെ, അതോടൊപ്പം പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി വിദേശത്ത് പോകുന്നവരും കുറവല്ല. അങ്ങനെയുള്ളതിനൊക്കെ വളരെ അനുകൂല സ്ഥിതിയായിട്ടാണ് ചിങ്ങക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു വാരത്തിലും അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം കർമ്മ മേഖലയിൽ തടസ്സമില്ലാതെ നീങ്ങുന്ന ഒരു വാരം തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് ഈശ്വരാധീനത്തിന് അടിസ്ഥാനപ്പെട്ടിട്ടാണ് അല്ലേ. ഇപ്പോൾ ചില സമയത്ത് ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കേൾക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ശ്ലോകത്തിലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അതൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ജ്യോതിഷത്തിൽ സാമാന്യപ്പെട്ടവരോട് ചോദിക്കാനൊന്നും നിങ്ങൾക്ക് തോന്നരുത്. കാര്യം അതൊക്കെ വലിയ വിഡ്ഢിത്താണ്. കാര്യം ജ്യോതിശാസ്ത്രം എന്നുള്ളത് തന്നെ അങ്ങനെയാണ് കൽപ്പിക്കുന്നത്. ഇതിന് അനവധി കാര്യങ്ങൾ നേരെയായി കഴിഞ്ഞാലേ നമുക്ക് ഫലത്തിനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഒരു പഞ്ചാംഗ ഫലവും അല്ലാതെ ഒരു നക്ഷത്ര ഫലം കൊണ്ടൊന്നും ആർക്കും ജ്യോതിഷനാവാനും സാധിക്കില്ല. അങ്ങനെ ഈ ശാസ്ത്രം അങ്ങനെ അത്ര എളുപ്പത്തിൽ ഒരാൾക്കും കീഴടങ്ങുന്നതായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെ പല ചപലമായ കമൻ്റൊക്കെ നമുക്ക് കാണാറുണ്ട്. സങ്കടം എന്നല്ലാതെ എന്താ പറയുക. വളരെ ഔദ്യോഗികമായിട്ടൊക്കെ കേമന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു സാമാന്യ ബോധമില്ലാതെ ചിന്തിക്കുക. അപ്പോൾ ഗ്രഹബലം എന്നുള്ളത് പല ഫലങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് ഈ ചന്ദ്രൻ്റെ ഫലമൊക്കെ അതിൽ മുഖ്യമാണ്. അതാണ് നമ്മളിതൊക്കെ ഗണിച്ചിട്ട് മൂടിയിട്ടാണ് പറയുന്നത്. വെറുതെ അങ്ങ് ഇരുന്നിട്ട് പറയല്ലോ. ഇതൊക്കെ ഗണിച്ച് ഒന്ന് ചെയ്തു നോക്കി പറഞ്ഞു നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നത്. ആ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവുക, അത് നല്ലതിന് വേണ്ടി ചിന്തിക്കാൻ സാധിക്കുക. കാര്യം അതാണ് ജീവിതത്തിൽ നമ്മൾ അറിവുകളെ നല്ലതിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിനും എല്ലാവർക്കും ഒരു ഐശ്വര്യത്തെയാണ് ഇതൊക്കെ പ്രദാനം ചെയ്യുന്നത്. അല്ലാതെ ഇത് ചെയ്തത് കൊണ്ടൊന്നും ഒരു ദോഷവും ഈ സമൂഹത്തിന് വരില്ല. അപ്പോൾ നമ്മൾ അത് വേണ്ടവർ സ്വീകരിക്കട്ടെ, വേണ്ടാത്തവർ എന്തിനാപ്പാ, അത് പോട്ടെ. അപ്പോൾ ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർ നല്ലതുപോലെ ഈശ്വര വിചാരത്തോടു കൂടി നീങ്ങാൻ സാധിക്കണം. വ്യാഴക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ ജപം പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ കർക്കിടക മാസമാണ്, രാമനാമം ജപിക്കാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം അത്തരത്തിലുള്ള ഈശ്വരീയ കാര്യത്തിലൊക്കെ ഒന്ന് മനസ്സിനെ ചേർത്ത് വെക്കുക. മുഖ്യമായിട്ട് ആരോഗ്യ ക്ലേശം ഒന്ന് നിങ്ങൾക്ക് നീങ്ങിക്കിട്ടാൻ വേണ്ടി ശനീശ്വരനെ ഭജിക്കുക. അതോടൊപ്പം തന്നെ ശനി ഹോമം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം. ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കേതുവിൻ്റെ ഒരു ഉദയത്തോടും അതോടൊപ്പം തന്നെ 9ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും ഒരു സഞ്ചാരം, അവിടെ അഷ്ടമാധിപതിയാണ് ഈ ഒരു ചൊവ്വ എന്നുള്ളതും, അതോടൊപ്പം തന്നെ ചതുർത്ഥപതിയായും നിവൃത്തിപതിയായിട്ടുള്ള വ്യാഴമാണ് ഈ ഒരു 9ാം ഭാവത്തിലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രത്തെയാണ് ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് നിത്യജീവിതത്തിൽ തന്നെ എല്ലാ കാര്യത്തിലും ചെറിയ വെല്ലുവിളികളും അതോടൊപ്പം തന്നെ ദുരിതങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. കാര്യം ചെറിയ തരത്തിലുള്ള മത്സരങ്ങളും കുടുംബാംഗങ്ങളുമായി തന്നെ ആയാലും ചെറിയ തോതിലുള്ള മത്സര വിഷയങ്ങളൊക്കെ മനസ്സിൽ വരുന്നത് ഉടലെടുക്കുന്നതൊക്കെ ഈ ഒരു വാരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം കന്നിക്കൂറുകാരുടെ ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ധനസംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ കുറച്ചൊരു കഷ്ടപ്പാടും അതോടൊപ്പം തന്നെ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങാനൊരു കാര്യം ഈ ഒരു വാരത്തിൽ നമുക്ക് കണ്ടുകൂടാണ്ടില്ല. അതോടൊപ്പം വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു വരുമാനം കുറഞ്ഞു വരുന്നതായിട്ടും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിലൊരു തടസ്സങ്ങളും കഷ്ടതകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണാൻ സാധിക്കും. ആ ഒരു രാഹുവിൻ്റെ സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 7ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ജാതകവശാൽ ഈ ഒരു കാലഘട്ടത്തിൽ കേതുവിൻ്റെ ദശ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ രാഹുവിൻ്റെ ദശാപഹാരങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഒന്നുകൂടി മൂർച്ഛിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുഖ്യമായി വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി നമുക്ക് പൂർണ്ണമായി കിട്ടുന്നതിന് വേണ്ടി ആ ഒരു ചൊവ്വയുടെ ഒരു രാശി സ്ഥിതി ഒരു യോഗ അത്ര നല്ലതല്ല. ഒരു ഗുരുമംഗള യോഗ ആണെങ്കിലും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചത് 9ാം ഭാവത്തിൽ ചില സന്ദർഭത്തിൽ അവിടെ ഒരു ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ഗുളികൻ്റെ ഒരു സ്ഥിതിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കിപ്പോൾ ഒരു വാരത്തിലെ കഥയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഈ ഗ്രഹസ്ഥിതി കാണുമ്പോൾ അത്ര നല്ലത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോലൊക്കെ എളുപ്പം പറ്റും. പക്ഷേ നമുക്ക് ഓരോ ദിവസത്തേക്കുള്ള മാറ്റങ്ങൾ വളരെയധികം ഗൗരവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പല രാശികളിലുള്ള ഉദയം വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. ഒരു ഗ്രഹസ്ഥിതി തന്നെ പല ഫലങ്ങൾ നമുക്ക് തരുന്നതായിട്ട് കാണാം. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്
പ്രത്യേകിച്ച് സഹോദര ഒരു ഗുണം എന്ന് വെച്ച് ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദര അതോടൊപ്പം തന്നെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ തടസ്സങ്ങളും അവരിലൊക്കെ ഒരു ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അകാരണമായ ഒരു ശത്രുത ഉണ്ടാവുകയോ അല്ലെങ്കിൽ അകാരണമായി ബന്ധങ്ങളിൽ ഒരു സ്വസ്ഥത കുറവൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു അലസതയും തടസ്സമൊക്കെ ഒന്ന് നീങ്ങേണ്ടതാണ്. 12ാമത്തെ ഭാവത്തിൽ രാശിനാഥനായ ബുധൻ സഞ്ചരിക്കണു എന്നുള്ളതും അതോടൊപ്പം കർമ്മനാഥനും കൂടിയാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അതുകൊണ്ടൊക്കെ ഒരു തടസ്സങ്ങളും ചെറിയ ഒരു നേരിയ വിഷമങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാരത്തിൽ ഉണ്ടാവാൻ വേണ്ടി സാധിക്കുക കന്നിക്കൂറുകാർക്ക്. എങ്കിൽ കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ പറഞ്ഞല്ലോ, മുഖ്യമായിട്ട് ആ ഒരു തടസ്സങ്ങളും ഒക്കെ മാറി നീങ്ങാൻ വേണ്ടി ദുർഗാ ഭഗവതിക്ക് വഴിപാട് വിശേഷമായിട്ട് ചെയ്യാൻ സാധിക്കുക. ദുർഗാ ഭഗവതിയുടെ അഷ്ടോത്തരം കൊണ്ട് അർച്ചന ചെയ്യാൻ സാധിക്കുക, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധിക്കുക, കേൾക്കാൻ സാധിക്കുക, ഭഗവതി സേവ നടത്തുക. ഇതൊക്കെ വളരെയധികം മാറ്റത്തെ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, കൃഷ്ണക്ഷേത്ര ദർശനം ചെയ്യുക, പാൽപ്പായസം നിവേദിക്കുക, ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ രോഗസ്ഥാനത്തുള്ള ശനിയെ കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ തടസ്സങ്ങൾ ഏത് തന്നെ ആവട്ടെ, ഏത് തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളുള്ളവരെ സംബന്ധിച്ചും ശനീശ്വരനെ ഒന്ന് ഭജിക്കുക. ദേശകാലത്തിനനുസരിച്ച് ശനീശ്വരൻ്റെ ആ ശനിയുടെ വിവിധ കാരകദേവന്മാരായ ആരാധനമൂർത്തികളെ ഭജിക്കുന്നതും ജപിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അത് വേണ്ടതുപോലെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ, ഈ തുലാവക്കൂറിൽ ചോതി നക്ഷത്രം വരെയാണ് ഈ ഒരു വാരത്തിൽ ചന്ദ്രൻ്റെ സഞ്ചാരം നമുക്ക് കാണാൻ സാധിക്കുക. ആയില്യ നക്ഷത്രം, കർക്കിടക്കൂറിലെ ആയില്യ നക്ഷത്രം മുതൽ ഈ ഒരു തുലാവക്കൂറിലെ ചോതി നക്ഷത്രം വരെയാണ് ഈ ഒരു വാരത്തിൽ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ചോതി നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന ഈ ഒരു വാരത്തിൽ ആ ഒരു ചന്ദ്രോദയം തുലാവക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം 10ാം ഭാവപതിയായ ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു തൃപ്തിയോട് കൂടിയിട്ടാണ് ഈ ഒരു വാരം തിങ്കളാഴ്ച ആരംഭിക്കുക. അതോടൊപ്പം തന്നെ മാനസികമായും പഠന കാര്യങ്ങളിലും നിത്യജീവിതത്തിലും വളരെ പോസിറ്റീവായിട്ട് നീങ്ങുന്നതായിട്ട് കാണാം ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. നിത്യ വിഷയങ്ങളിലെല്ലാത്തിലും ഒരു വാക്കിലും ശ്രദ്ധയും എല്ലാം കാര്യവും കൂടി വരുന്നതായിട്ടും അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള സൗഖ്യം വർദ്ധിക്കുന്നതും ശാരീരിക ആരോഗ്യ കാര്യത്തിലും ഒരു ഉണർവ് പ്രതീക്ഷിക്കാവുന്നതാണ് തുലാവക്കൂറുകാർക്ക്. സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് തീരാനുള്ളൊരു യോഗമുണ്ട്. പലതരത്തിലുള്ള സഹായങ്ങളും നല്ല നല്ല വാക്കുകളൊക്കെ വന്നു ചേരാൻ പലതരത്തിലാണല്ലോ. അതൊക്കെ സന്തോഷത്തിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു സാധ്യത ഈ തുലാവക്കൂറുകാർക്ക് കാണാം. കൂടാതെ അവരുടെ 5ാം ഭാവത്തിലുള്ള ഈ ഒരു ശനിയുടെ സഞ്ചാരം കൊണ്ട് തന്നെ അത് ജാതകവശാലുള്ള ഒരു അവസ്ഥയും അതോടൊപ്പം തന്നെ ദശാനാഥന്മാരുടെ ഒരു സഞ്ചാരത്തിനൊക്കെ അനുസരിച്ചിട്ട് അവരുടെ ഇതിൻ്റെ ഒരു ഗുണദോഷം മാറി കാണുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കൂ, രണ്ടഭിപ്രായം നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ചാരഫലത്തിൽ 5ാം ഭാവത്തിലുള്ള ഈ ഒരു ശനിയെ കൊണ്ട് നമുക്ക് ആ ഒരു ശനീശ്വരനെ നല്ലതുപോലെ സുഹൃത പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് ഭജിക്കാനാണ് സാധിക്കേണ്ടത്. നല്ലതുപോലെ ഭജിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഈ തുലാവക്കൂറുകാർക്ക് ചിലപ്പോൾ ഇപ്പോൾ ശനിയുടെ അത്ര ദോഷം പറയുന്നില്ലെങ്കിലും വളരെയധികം ഗൗരവമായിട്ട് ഭജനം പറയുക. കാര്യം എന്താ, അത് വളരെയധികം ആവശ്യമാണ് അവരുടെ നിത്യജീവിതത്തിൽ ഒരു മനസ്സിനും എല്ലാത്തിനും ഒരു സമാധാനത്തിന്. 6ാം ഭാവത്തിലുള്ള ഈ ഒരു രാഹുവിൻ്റെ സ്ഥിതി എന്നുള്ളത് രോഗവിഷയങ്ങൾ, അകാരണമായ രോഗചിന്തകളും മറ്റും അവരെ അലട്ടിയേക്കാം. അകാരണമായിട്ടുള്ള ഒരു തോന്നൽ അവർക്ക് വല്ലാതെ ഒരു ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിക്കും. അസുഖങ്ങൾ വിളിച്ചു വരുത്തുക എന്ന് പറയാറില്ലേ, അതുപോലെ ഈ അകാരണമായി അത് ഇങ്ങനെ ഓർത്തോർത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട് കാണാൻ സാധിക്കും. എങ്കിൽ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖമുള്ളവർ അതിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കുക, അതോടൊപ്പം അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. ഈശ്വരാധീനം ഒന്ന് വളരെയധികം ചേർത്ത് വെക്കേണ്ടുന്ന ഒരു വാരമാണ്. കാര്യം അഷ്ടമത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കാര്യം അതൊക്കെ ഈശ്വരാധീനുണ്ട്, നമുക്കത് മാറ്റാൻ വേണ്ടി സാധിക്കുക. പലയാളുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈശ്വരാധീനം മുഖ്യമായി ചേർത്ത് വെക്കാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ കർമ്മസംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ മാറി വരുന്നതായിട്ട് ഈ തുലാവക്കൂറുകാർക്ക് കാണാം. വിദ്യാഭ്യാസപരമായിട്ട് പറഞ്ഞല്ലോ, വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ കാണാൻ സാധിക്കുക. ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, ശനിക്ഷേത്ര ദർശനം ചെയ്യുക, ഭദ്രകാളിക്ക് വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ചെയ്യുന്നതും നിവേദ്യം ചെയ്യുന്നതും കുളിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാർക്ക്.
വിശാഖത്തിൻ്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വൃശ്ചികക്കൂറുകാരുടെ അവരുടെ 7ാം ഭാവത്തിലുള്ള ഈ ഒരു വ്യാഴത്തിൻ്റെ സഞ്ചാരം, ചൊവ്വയുടെ സഞ്ചാരം, അതോടൊപ്പം തന്നെ 5ാം ഭാവത്തിലുള്ള രാഹു, 4ാം ഭാവത്തിലുള്ള ശനിയും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ കർമ്മസ്ഥാനത്തേക്ക് ശുക്രനും ബുധനും വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വാരഫലത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അനവധി ആൾക്കാരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ നേരിട്ട് വിളിച്ച ആൾക്കാരുണ്ട്, ജോലി കിട്ടിയിട്ടുള്ളവർ. വിദേശത്തൊക്കെയുള്ള ബഹ്റിനിലുള്ള ഒരു സുഹൃത്ത് വിളിച്ച സമയത്ത് അദ്ദേഹത്തിന് ജോലി കിട്ടി എന്ന് പറഞ്ഞു. അത് വലിയൊരു കാര്യമാണ്, നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു സന്തോഷമാണ്. അദ്ദേഹത്തെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഇപ്പം ചോദിക്കുമ്പോൾ ഇപ്പം ഇത് കേട്ടതുകൊണ്ട് ജോലി കിട്ടിയതെന്നല്ല, പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചൊരു സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ശുക്രൻ്റെ മാറ്റം വളരെയധികം നല്ലതാണ്. ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ജോലി കിട്ടുന്നതിനും അതോടൊപ്പം ഉള്ള ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുന്നതിനൊക്കെ വളരെയധികം നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ അനാവശ്യമായിട്ടുള്ള അശ്രദ്ധകൾ, അകാരണമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ കുടുംബജീവിതത്തിലും നിത്യജീവിതത്തിലും അതെല്ലാത്തിലും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിലായാലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണമായി അശ്രദ്ധ കൊണ്ടൊക്കെ തെറ്റിദ്ധാരണകളും അപവാദങ്ങളും ഒക്കെ നമുക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അശ്രദ്ധ കൊണ്ട് നാശനഷ്ടങ്ങൾ വരുന്നതിനും അവനവൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കുക വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നീങ്ങാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ രോഗത്തെ കണ്ടില്ല എന്ന് നടിക്കരുത്. പ്രത്യേകിച്ച് വൃശ്ചികക്കൂറുകാർക്ക് അതൊന്ന് മൂർച്ഛിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പം ഈ പ്രധാനപ്പെട്ട അവർ ഈ മുടങ്ങിക്കിടക്കുന്ന ഔഷധ സേവകളൊക്കെ തുടങ്ങുന്നതിന് നല്ലതാണ്. പല ആൾക്കാരും പല അസുഖങ്ങളെയും ഒക്കെ പകുതി ചികിത്സിച്ചിട്ട് നിർത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ പേർക്കൊന്നും അതിന് ഈ സാമ്പത്തിക സ്ഥിതി ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പം നമ്മൾ ജ്യോത്സ്യന്മാരാകുമ്പോൾ ഇതും കൂടി അറിയാൻ പറ്റും നമുക്കെന്നാണ്. അവർ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ എത്രയോ പേര് ഓപ്പറേഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് അങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ള അസുഖമുള്ളവരൊക്കെ ചികിത്സ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങേണ്ട ഒരു വാരമാണിത്. അത് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കാം. ഉദര സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുള്ളവരെ സംബന്ധിച്ച്, അതോടൊപ്പം ഹൃദ്രോഗമുള്ളവർ, സന്ധി സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ഒന്ന് ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ശിരോ സംബന്ധപ്പെട്ടുള്ള അസുഖവും ഇതിൽ പെടുന്നതാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. അത് വേണ്ടതുപോലെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ടറിഞ്ഞ് ചെയ്യാൻ സാധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. ഭഗവതിക്ക് പട്ടും താലിയും ചാർത്തുന്നത് വളരെയധികം നല്ലതാണ്. ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ഇപ്പോൾ വിവാഹ തടസ്സങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, പ്രണയ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ പട്ടും താലിയൊക്കെ ചാർത്തുന്നത് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വളരെയധികം നല്ലതാണ്. കർമ്മ മേഖലയിൽ തടസ്സമില്ലാതെ തന്നെ നീങ്ങുന്ന ഒരു വാരം തന്നെയാണ്. ഒപ്പം വാഹനാദി വിഷയങ്ങളിലും ഒരു പരിധിവരെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതായിട്ടും വൃശ്ചികക്കൂറുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, അതോടൊപ്പം പാൽപ്പായസം വഴിപാട് നടത്തുക, തുളസിമാല. ഇതിങ്ങനെ യഥേഷ്ടമില്ലേ, ഇന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇത് നിങ്ങൾക്ക് എന്താണോ അവിടെ എത്തുമ്പോൾ ആ ഭഗവാനോട് യയാ ആത്മാസം പ്രസീദതി എന്നാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്താലാണോ അത് തൃപ്തി കിട്ടുന്നത് അതായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവാന് നല്ലതുപോലെ സമർപ്പിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു വാരം നിങ്ങൾക്ക് അത്രയും കണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാരുടെ 3-ൽ ശനിയും അതോടൊപ്പം തന്നെ 4-ൽ രാഹുവും, 6ാം ഭാവത്തിലാണ് ഈ വ്യാഴവും അതോടൊപ്പം തന്നെ ചൊവ്വയും. അത് മുഖ്യ വിഷയമാണ്. ഈ ശനിയും വ്യാഴത്തിൻ്റെയും ഒരു സ്ഥിതിയാണ് പൊതുവെ ഒരു മിനിമം ഫലം പറയാനും വലിയ ഫലങ്ങൾ പറയാനും വളരെയധികം ഗൗരവപ്പെട്ട 2 ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും. അപ്പോൾ ഇവരുടെ 2 സ്ഥിതി അറിയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ പറയാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പിക്കാം എന്നാണ്. മുഖ്യമായി ഇതിൻ്റെ ഇടയിലൂടെ ചന്ദ്രൻ്റെ ദൃഷ്ടി യോഗങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവ് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 6ാം ഭാവത്തിൽ ആ ഒരു ഷഷ്ടം ദ്വാദശമഷ്ടമം ച മുനയോഭാവാൻ അനിഷ്ടാൻ വിധവും, ഈ ഒരു അനിഷ്ടഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി തന്നെ ഈശ്വരാധീനത്തിൽ നിന്ന് വൈമുഖ്യവും ഈശ്വരാധീനത്തിൻ്റെ കുറവും ഒക്കെയാണ് സൂചിപ്പിക്കേണ്ടത് പൊതുവെ. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി നീങ്ങാൻ സാധിക്കുക. ഈശ്വരീയത്വം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക. കർമ്മത്തിലും ചിന്തയിലും എല്ലാത്തിലും ഒന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുക. ധനുക്കൂറുകാർ മുഖ്യമായിട്ട് അതാണ് വേണ്ടത്. അവരുടെ നിത്യജീവിതത്തിൽ അതോടൊപ്പം തന്നെ ഈ ചന്ദ്രൻ്റെ ഒരു സഞ്ചാരസ്ഥിതി എന്നുള്ളത് കൊണ്ട് അവരുടെ പല കാര്യങ്ങളും അവർക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതായിട്ട് കാണാം. പലതരത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണം ജീവിതത്തിൽ
കുടുംബജീവിതത്തിലുള്ളവരും അതോടൊപ്പം തന്നെ പഠിക്കുന്നവരെ സംബന്ധിച്ചും ഒക്കെയും എല്ലാ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചും പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ധനുക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം മനസ്സിന് വളരെയധികം സന്തോഷത്തോടെ നീങ്ങുന്ന ഒരു വാരമായിട്ടിരിക്കും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ ഒഴിവാക്കി കഴിഞ്ഞാൽ തടസ്സങ്ങളില്ലാതെ നീങ്ങാം. അതോടൊപ്പം തന്നെ സൗഹൃദ സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെയധികം സഹായങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വാഹനാദി വിഷയങ്ങളിൽ, ക്രയവിക്രയാദി വിഷയങ്ങളിൽ അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ഭൂമി ഇടപാടാവട്ടെ, അതോടൊപ്പം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള മോടി പിടിപ്പിക്കൽ, ഭവന നിർമ്മാണങ്ങളാവട്ടെ, അതിൻ്റെ അലങ്കാരപ്പെടുത്തൽ ഒക്കെ ഒരു വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമായിട്ടാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുക. പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പൊതുവെ സാമാന്യം വളരെ അനുകൂല സ്ഥിതിയിൽ തന്നെ ഈ ഒരു വാരം കടന്നു പോകാൻ സാധ്യതയുണ്ട്. കാര്യം 9ാം ഭാവത്തിലാണ് ഈ ഒരു ധനുക്കൂറുകാരുടെ പൊതുവെ ഒരു ദാമ്പത്യ കാരകനായിട്ടുള്ള ഗ്രഹം എന്നുള്ളത് രാശിസ്ഥിതി കൊണ്ട് നമുക്ക് ബുധനെ കണക്കാക്കിയാൽ അതൊരു ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ആ ഒരു ദാമ്പത്യ ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചും പിന്നെ പഠിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ പ്രണയിതാക്കളെ സംബന്ധിച്ചൊക്കെ ഒരു സമാധാനമായിട്ടുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. കർമ്മ മേഖലയിൽ പുരോഗതി പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു വാരമായിട്ട് തന്നെ നീങ്ങും ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകിച്ച് അനാവശ്യമായ അലോസരങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അവരെ അലട്ടുന്നതായി കാണുന്നില്ല ഈ ഒരു വാരത്തിൽ. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും, മുഖ്യമായി ശനി കവചം എന്നുള്ള യന്ത്രത്തെ ധരിക്കുന്നത് അത് വളരെയധികം നല്ലതാണ്. ശനി കവച മന്ത്രം കൊണ്ട് ധരിക്കുന്ന യന്ത്രം എന്നുള്ളത് നമുക്ക് നിത്യജീവിതത്തിൽ മനസ്സിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് പിന്നെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ശനി കവചം എന്നുള്ളത് അത്ര ശക്തിയേറിയ ഒരു യന്ത്രമാണ്. അത് ധരിക്കുന്നതോടുകൂടി നമുക്കിതാ വളരെയധികം മനസ്സിനൊരു ഉത്സാഹം കിട്ടുമെന്ന് മനസ്സിലാക്കാം. ആ ശനി കവചത്തെ നിങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്യുക. അടുത്തുള്ള അറിയുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ അത് എഴുതി അത് നിർമ്മിച്ച് ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒപ്പം ശനീശ്വര ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും, വ്യാഴക്ഷേത്രത്തിന് ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് നല്ലതുപോലെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ദുരിതശാന്തിക്കായിക്കൊണ്ട് വിഷ്ണു ഭുജംഗപ്രയാതം ചൊല്ലുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ഉത്രാട അവസാന ഭാഗം തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ മകരക്കൂറുകാരുടെ ഈ രാശിനാഥനായ ശനി 2ാം ഭാവത്തിൽ സഞ്ചരിക്കണോ. അതോടൊപ്പം തന്നെ 3ാം ഭാവത്തിൽ രാഹുവും 5ാം ഭാവത്തിലാണ് ഈ വ്യാഴവും ചൊവ്വയും ഉള്ളത്. അത് 5ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറഞ്ഞാൽ വളരെയധികം ഈശ്വരാധീനമുള്ളതാണ്. ഇനിയിപ്പോൾ അല്ല എന്നൊക്കെ പറയാൻ അനവധി ആൾക്കാർക്ക് പറ്റും, പക്ഷേ ഇതുണ്ടെന്ന് ധരിച്ചോളൂ, അത്ര ഈശ്വരാധീനമുള്ള ഒരു കാര്യമാണ്. ഇത് കേൾക്കുന്നവർ അതിനെ അറിഞ്ഞു പെരുമാറാൻ സാധിക്കുക, അതിനെ സ്വീകരിക്കാൻ സാധിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ 5ാം ഭാവത്തിലെ വ്യാഴത്തെ കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ലഭ്യതയാണ്, അതിൻ്റെ ഒരു പൂർണ്ണ ഫലം പറയാം. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ അത് നേടിയെടുക്കേണ്ടുന്ന ഒരു കാലം, അല്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു കാര്യം, അതിനൊരു പൂർണ്ണത കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അത് സിദ്ധിക്കുന്ന ഒരു കാലം, അതാണ് ഏറ്റവും നല്ല വാക്ക്. ആ 5ാം ഭാവത്തിലെ വ്യാഴം കൊണ്ട് പൂർവീകമായ സ്വത്ത് വകകൾ മുതൽ നമുക്ക് അർഹമായിട്ടുള്ളതിനെ സിദ്ധിക്കുന്ന ഒരു കാലമായിട്ട് പൊതുവെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ എന്തായാലും ഒരു സന്തോഷത്തിൻ്റെ, ഇനിയിപ്പോൾ സ്വത്തൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു അനുഭവമുള്ള ഒരു നല്ല കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രയവിക്രയത്തിൽ ലാഭം, സാമ്പത്തിക കച്ചവടം ചെയ്യുന്നവരാളെ സംബന്ധിച്ചോ മറ്റ് കച്ചവട ബിസിനസ് രംഗത്തിലുള്ളവർക്കൊക്കെ ഒരു മേന്മയാണ്. എങ്കിൽ പിന്നെ നിത്യവേതനം ചെയ്യുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായ പരാധീനതകളും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആവശ്യമായി വേണ്ടുന്ന ഒരു കാലമാണ്. കാര്യം ഈ ശനിയായതുകൊണ്ട് അത് ഈശ്വരാധീനത്തിനനുസരിച്ച് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈശ്വരാധീനമുള്ളവരെ സംബന്ധിച്ചും അനുകൂല സ്ഥിതിയിലുള്ള ശനിയെ കൊണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേ രാശിയിലുള്ളവർക്ക് അനുകൂല സ്ഥിതിയായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇനി പ്രതികൂല സ്ഥിതിയിലാണ് ഇനി ജാതകത്തിലായാലും ഒക്കെ എങ്കിൽ അത് വളരെ പ്രതികൂലത്തിലാണ് ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് എത്തിക്കുക. അല്ലാതെ 2ാം ഭാവത്തിൽ ശനി രക്ഷാഭാവം എന്ന് പറയുന്നതിനെ കൊണ്ട് മാത്രം ഫലമില്ല എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ അശ്രദ്ധ വരാതിരിക്കുക നിങ്ങൾ. അതോടൊപ്പം തന്നെ പിന്നെ അശ്രദ്ധയോടുകൂടി സംസാരിക്കാതിരിക്കുക, പിന്നെ അബദ്ധങ്ങൾ പറയുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ കുടുംബജീവിതത്തിൽ എല്ലാത്തിലും ഒരു കാര്യം അശ്രദ്ധ വരാൻ സാധ്യത കൂടിയ ഒരു വാരമായിട്ടാണ് ഈ മകരക്കൂറുകാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് പ്രധാനമായി വാഹനാദി വിഷയങ്ങളിൽ ക്രയവിക്രയം വളരെ അനുകൂലപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനൊക്കെ വളരെയധികം
കാലം അനുകൂലമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ലാഭം കിട്ടുന്നതായിട്ടൊക്കെ തോന്നും. ഭൂമി ഇടപാടുകളാവട്ടെ, സ്ഥല ഇടപാടുകളിലൊക്കെ ലാഭം വരുന്നതായിട്ട് കാണാൻ മകരക്കൂറുകാർക്ക് സാധിക്കും. അതോടൊപ്പം സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അസുഖങ്ങൾ മാറുന്നതും, അതോടൊപ്പം ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖമുള്ളവർക്ക് അസുഖങ്ങൾ, ഇങ്ങനെ 2-3 അസുഖങ്ങളൊക്കെ മാറിപ്പോകുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ പുരോഗതി, പുതിയ ജോലി കയറ്റത്തിനെ അപേക്ഷിക്കുന്ന പുതിയതായി ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു കാലഘട്ടം. കാര്യം അവരുടെ എല്ലാത്തിനും ഒരു ഉത്സാഹം കൂടി വേണം അല്ലേ. അല്ലാതെ ഇപ്പം ഡിഗ്രി കയ്യിലുണ്ടായത് കൊണ്ടാവില്ല. അതിന് ഇന്ന സ്ഥലത്ത് പോയി ഇന്നതുപോലെ അന്വേഷിക്കണം എന്ന് തോന്നിയാൽ മാത്രം പോരാ, അതിന് ചെല്ലാനും കൂടി സാധിക്കണം. ഇതൊക്കെ കൂടി പൂർത്തീകരിക്കാൻ ഈ മകരക്കൂറുകാർക്ക് സാധിക്കുന്ന ഒരു വാരമാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലത്തിലേക്കാക്കി എടുക്കേണ്ടതാണ്. മുഖ്യമായി ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക, വ്യാഴക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാന് പ്രാർത്ഥനകൾ ചെയ്യുക, തുളസിമാല വഴിപാടുകളൊക്കെ ചെയ്യുന്ന യഥാശക്തി ദേശകാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം ശനി കവചം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശനിദോഷം അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു ജന്മശനിയുടെ ഫലമാണ് 2ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴും. അപ്പോൾ തന്നെ ശനി കവചം എന്നുള്ള യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച്. അവിട്ടം, ചതയം, പൂരുട്ടാദ്യാദ്യ ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാരുടെ ജന്മശനിയും അതോടൊപ്പം 2ൽ രാഹുവും 4ാം ഭാവത്തിൽ വ്യാഴവും ചൊവ്വയും സഞ്ചരിക്കണം. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലാണെങ്കിൽ 6ാം ഭാവത്തിലാണെങ്കിൽ 7ാം ഭാവത്തിലാണെങ്കിൽ ഈ ഒരു ശുക്രൻ്റെയും ബുധൻ്റെയും ഒരു സഞ്ചാരവും അവിടെ കാണാൻ വേണ്ടി സാധിക്കും. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു അനുകൂല കാലഘട്ടമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. ജന്മശനി എന്നുള്ളത് 2 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെ മനസ്സിലാക്കി നീങ്ങുന്നവരെ സംബന്ധിച്ച് അനുകൂലമാവാനേ തരുള്ളൂ. അങ്ങനെയെങ്കിൽ 7ാം ഭാവത്തിൽ ഈ ഒരു ശുക്രൻ എന്നുള്ളത് 4ാം ഭാവസ്ഥിതനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവർക്കൊരു അനുകൂല സ്ഥിതിയാണ്. നിത്യജീവിതത്തിലായാലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ ജോലിയിലൊക്കെ ഒരു യോജിച്ച പദവി കിട്ടുന്നതിനുള്ള ഒരു കാലഘട്ടമായിട്ട്, അർഹതയ്ക്കനുസരിച്ചുള്ള ഒരു പദവി കിട്ടുന്നതിനും അതോടൊപ്പം വിദേശ യാത്രകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളതും, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശയാത്രകൾക്ക് മറ്റും ഒക്കെ അവർ തിരഞ്ഞെടുക്കപ്പെടുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ശനിയുടെ ഈ ഒരു ദോഷകാലഘട്ടത്തിലാണെങ്കിലും അവരെ സംബന്ധിച്ച് വാക്ക് സംബന്ധപ്പെട്ട ദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു കാര്യവുമുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികൾ, സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആ സമയത്ത് സഞ്ചരിക്കുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുംഭക്കൂറുകാർ ഈ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അകാരണമായിട്ടുള്ള ഭയമൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. മുഖ്യമായി രാഹുദശയോ കേതുദശയോ അപഹാരാദികളോ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, നാഗസംബന്ധപ്പെട്ടിട്ടുള്ള ദുരിതങ്ങൾ, കാളസർപ്പാദി ദോഷങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യം കൊണ്ട് മറ്റുള്ള എല്ലാ വിഷയങ്ങളും തടസ്സപ്പെട്ടു വരാനും കാര്യമുണ്ട്. മറ്റുള്ളവർക്കൊക്കെ ഇപ്പോൾ കർമ്മ മേഖലയിലൊക്കെ അനുകൂല സ്ഥിതി തന്നെയാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സഹോദര സൗഹൃദ ബന്ധങ്ങളിലൊക്കെ മെച്ചപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലൊക്കെ അനുകൂല സ്ഥിതിയും ലാഭകരമായിട്ട് തീരുന്നതിനും കാര്യമുണ്ട്. അതോടൊപ്പം ഭവനമായിട്ട് വീട് വാങ്ങുന്നതിനും ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ തോന്നാം ഇപ്പോൾ കർക്കിടകമല്ലേ, ഇപ്പം എല്ലായിടത്തും കർക്കിടകം നോക്കിയിരിക്കുന്നവരില്ല. അത് മനസ്സിലാക്കാം. പല നാട്ടിലും ഇപ്പം ഓരോ കാലത്തിനനുസരിച്ച് പല നാടുകളിലും അതിനനുസരിച്ച് ഗൃഹപ്രവേശനം ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ ഭവന സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാവുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും സ്ഥലഭൂമി ഇടപാടുകളും ഒക്കെ നല്ല അനുകൂലപ്പെട്ട കാലമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുക, ലളിതാ സഹസ്രനാമം ചെയ്യുക, ഇതൊക്കെ വളരെയധികം നല്ലത്. ശനി ജപം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ സ്ഥിതിയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. 3ൽ വ്യാഴവും ചൊവ്വയും അതോടൊപ്പം തന്നെ 12ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നതെങ്കിൽ അവരെ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് 6ാം ഭാവത്തിലാണ് ശുക്രൻ്റെയും ബുധൻ്റെയും സ്ഥിതി എന്നുള്ളത് തന്നെ 7ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തെ നമുക്ക് ഈ ഒരു രാശികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.
6ാം ഭാവത്തിലുള്ള ശുക്രനും ബുധനും ഒന്നും അത്രയധികം നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. മുഖ്യമായി അവരുടെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ അരിഷ്ടതകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട ഒരു കാര്യം. നിത്യജീവിതത്തിൽ തന്നെ സ്കിൻ അലർജി പോലുള്ള കാര്യങ്ങളും മാനസികമായിട്ടുള്ള ക്ലേശവും ഉണ്ടാവേണ്ട ഒരു വാരമാണിത്. ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായി അല്ലെങ്കിൽ സ്വയംകൃത അനർത്ഥം എന്ന് പറയുന്ന പോലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വന്ന് ചേരാനും അതോടൊപ്പം ശാരീരികമായിട്ടുള്ള ഒരു ക്ഷീണം വരേണ്ട ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മീനക്കൂറുകാരെ സംബന്ധിച്ച് സഹോദര ബന്ധങ്ങൾ വളരെ മെച്ചപ്പെട്ടതായിട്ട് തന്നെ നമുക്ക് തുടരുന്നതായിട്ട് കാണാം. അതോടൊപ്പം അവരുടെ വിവാഹ ജീവിതം പ്രണയ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ചെറിയ തടസ്സങ്ങളും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ അവരിൽ പരസ്പരം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അകാരണമായി ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഭവന സംബന്ധപ്പെട്ടിട്ടും ഒന്നുമില്ലെങ്കിലും അയൽക്കാരായിട്ടെങ്കിലും ഒരു ചെറിയ ഒരു അലോസരങ്ങളും തോന്നിയേക്കാം. കാര്യം അത്ര ഒരു അനുകൂല സ്ഥിതിയല്ല, മനസ്സ് അത്ര കണ്ട് ഒരു എനർജറ്റിക് അല്ല എന്നാണ് ഇതിനൊക്കെയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് വരുന്ന ഒരു മാറ്റമായിരിക്കാം ഇല്ലേ, നമുക്ക് ഓരോരുത്തർക്കും വരുന്ന മാറ്റങ്ങളാണ് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നതെങ്കിൽ എല്ലാവർക്കും വരണം എന്ന് ശഠിക്കാൻ പറ്റില്ല, എല്ലാവർക്കും വന്നുകൂടാന്നും പറയാൻ പറ്റില്ല. അതാണ് ഗ്രഹബലം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സത്ര ഒരു ഉഷാറായിട്ട് നീങ്ങില്ല. മുഖ്യമായി വ്യാഴക്ഷേത്രത്തിൽ ഭഗവാനെ ഭജിക്കുക, വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അതോടൊപ്പം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഭഗവതിയെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് അർച്ചനകളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ട കാലമാണെന്ന് പറഞ്ഞു. സരസ്വതി ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം ചെയ്യാൻ സാധിക്കുക, ദർശനം ചെയ്യുക. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതായിട്ട് ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാർക്ക് വളരെയധികം ശ്രേഷ്ഠതലത്തിലെത്തിക്കും. അതോടൊപ്പം ശനീശ്വരനെ ഭജിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഒരു തളർച്ച മനസ്സിനെ അനുഭവിക്കാതിരിക്കാൻ ശനിയെ ഭജിക്കുക, നീരാഞ്ജനം ചെയ്യുക, ശനീശ്വര ജപം ചെയ്യുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ്. മുഖ്യമായി ശനി കവചം ചെയ്യുന്നതും നല്ലതാണ്. ഈ ജന്മശനി അതോടൊപ്പം 2ാം ഭാവത്തിൽ ശനി 12, ഇതൊക്കെ ഏറെക്കുറെ ഒരേ ഒരു ഫലത്തെ തന്നെയാണ് കൊണ്ടുതരിക. ആ ഒരു ശ്രദ്ധയോടുകൂടി നമുക്ക് നീങ്ങാൻ സാധിച്ച മീനക്കൂറുകാർക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വാരം കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വാരഫലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ അയക്കാൻ സാധിക്കുക അല്ലേ. നമ്മൾക്ക് ഉത്തരം കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. ചില ആൾക്കാർ തിരുമേനിന്ന് വിളിക്കുന്ന വളരെ നല്ലൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ നമ്മളിത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമായിരിക്കാം. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഒരു 8 വർഷത്തോളമായിട്ട് ഇവിടെയുള്ള ചാനലിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതോടൊപ്പം ഈ ജ്യോതിഷത്തിൽ എന്നെ കാണുന്നവർ 20ലധികം വർഷമായിട്ട് എന്നെ കേരളത്തിലും പല നാടുകളിലായിട്ട് ഞാൻ ജ്യോതിഷം ചെയ്തിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും നമുക്കറിയുന്നത് ഇന്നും ഇതിലുള്ള പല ആൾക്കാരും അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ എല്ലാ നാട്ടിലുള്ള സുഹൃത്തുക്കളും നമുക്ക് സ്വന്തം ആൾക്കാരെ പോലെയാണ്. എന്നെ നേരിട്ടവർ അറിയുന്നവർക്കറിയാം, ഞാൻ കേരളത്തിലെ എല്ലാ നാടുകളിലും ഒരുവിധപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ സപ്താഹവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും നമ്മുടെ നാട്ടുകാരായിട്ട് അമ്മമാർ പെങ്ങൾമാരായിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ കേൾക്കുന്നത് അത് നമ്മുടെ ഒരു ബോധ്യത്തിനനുസരിച്ച് നമ്മുടെ ഒരു ഉറപ്പിനനുസരിച്ച് ഒരു വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടവർ മാത്രം ദയവേദി ഇതിൽ കമൻറ്റ് ചെയ്യുക. അവർക്കുള്ള ഒരു ഉത്തരം കൊടുക്കാനാണ് നമ്മൾ ഈ കമൻറ്റിന് മെനക്കെട്ട് കമൻറ്റ് ചെയ്യുന്നത്, അല്ലാതെ സമയം ഉണ്ടായിട്ടല്ല. എത്രയോ പേര് അതിലൊരു നക്ഷത്രം അറിയാൻ വേണ്ടിയിട്ടും എത്രയോ പേര് ആ ജനിച്ച സമയം അറിയാതെ ഒന്നും ചെയ്യാൻ ഇങ്ങനെ എത്രയോ പേരുടെ നിങ്ങൾക്ക് തന്നെ ആ കമൻറ്റുകൾ നമ്മൾക്ക് വരുന്നത് കേട്ടാൽ അറിയാം. എല്ലാവരും ഇത് കമൻറ്റിന് ഉത്തരം കൊടുക്കാറുമില്ല. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ധരിക്കരുത്. അറിയണം എന്നുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ വെറുതെ നിങ്ങളുടെ സമയം കളയാതിരിക്കുക. ഒപ്പം നമ്മുടെ ഈ ഒരു ദുഃഖത്തോടൊപ്പം പ്രകൃതി ദുരന്തം കർണാടകത്തിലായപ്പോഴും നമ്മൾ അത്ര അടുത്തെത്തിയില്ല എന്ന് ഭാഗവതം പറഞ്ഞതുപോലെ കേട്ടു. പക്ഷേ നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ സ്വന്തം സുഹൃത്തുക്കൾ, എത്രയോ നമ്മുടെ സുഹൃത്തുക്കളാണ് കൽപ്പറ്റയിലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ എന്നല്ല നിങ്ങളുടെ എല്ലാവരുടെയും. അപ്പോൾ അവരുടെ ഒരു കൈത്താങ്ങായിക്കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഉള്ള നിങ്ങളുടെ ഒരു താല്പര്യമാണ്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമാണ് ഈ ഒരു ചാനലിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ യൂട്യൂബിലെ ഒരു മെമ്പറായി മാറിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കൂടുന്ന ഒരു കുടുംബമാണ് പെരികമന മന്ത്രശാല ജ്യോതിഷാലയം എന്നുള്ള ഈ യൂട്യൂബ് പേജ്. അതിൻ്റെ ആദ്യത്തെ വരുമാനമായി കിട്ടിയ സംഖ്യ വയനാട് ദുരിതാശ്വാസത്തിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ചിന്തകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ വരുമാനത്തെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിൽ നിന്നുള്ള വരുമാനം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് എല്ലാവരും ചെയ്യാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം.